അതേസമയം നമ്മൾ വടക്കൻ കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്ന തരത്തിൽ ഇത്തവണ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വ്യാപകമായ പരിശോധനയ്ക്ക് ഉത്തരവുണ്ട്. അനധികൃത ഖനന പ്രവർത്തനങ്ങൾ തടയുന്നതിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് ഈ സ്ക്വാഡിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ ആണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടിട്ടുള്ളത്. മലപ്പുറം മുതുവല്ലൂർ മുണ്ടയ്ക്കൽ കൂവമ്പമലയിൽ കല്ലുവെട്ട് ക്വാറിയിൽ രൂപപ്പെട്ട വിള്ളൽ ആശങ്കയാവുകയാണ്. കനത്ത മഴയിലാണ് വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തന്നെയുണ്ടായ മണ്ണിടിച്ചിൽ, അതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ നമുക്കറിയാം. വലിയ അപകടത്തിൽ ആളുകൾ പെടേണ്ടതായിരുന്നു. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. അതിനിടെയാണല്ലോ ഇപ്പോൾ മറ്റൊരു അപകട ഭീതി ഉയർത്തുന്ന തരത്തിൽ ഈ ക്വാറി പ്രവർത്തിക്കുന്നത്. അഭിലാഷ്, ഞാനുള്ളത് കൊണ്ടോട്ടിയിലാണ്. ചീക്കോടിൻ്റെയും മുതുവല്ലൂർ പഞ്ചായത്തിൻ്റെയും ഇടയിലാണ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം. ഇവിടെയാണ് ഈ ആശങ്ക നൽകുന്ന ഈ ഒരു ക്വാറി ഉള്ളത്. നമ്മോടൊപ്പം ഈ പ്രദേശവാസികൾ, മുണ്ടക്കൽ പ്രദേശവാസികൾ ചേരുന്നുണ്ട്. ഇവരുടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക, 2018 പ്രളയമുണ്ടായ സമയത്ത് ഇവിടെ വലിയ തോതിൽ തന്നെ ഈ ഒരു മലയിൽ വിള്ളൽ കണ്ടെത്തുകയും തുടർന്ന് ആളുകളെയൊക്കെ മാറ്റുകയൊക്കെ ചെയ്തതാണ്. ആ ഒരു മേഖലയിൽ തന്നെ ഇപ്പോൾ ഒരു ചെങ്കൽ ക്വാറി അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, നിങ്ങളെ ഈ ആശങ്ക എത്രമാത്രം ആദ്യം നൽകുന്നുണ്ട് നാട്ടിന്? ഇപ്പോൾ ഭയാനകമാണ്. നമുക്ക് താഴെ ഒരുപാട് വീടുകളുണ്ട്. 10-60ഓളം വീടുകളുണ്ട് ഇതിന് താഴെ നമ്മൾ താമസിക്കുന്ന ആൾക്കാരെ, ചെറിയ പിള്ളേരും നമ്മളൊക്കെ. അപ്പം നമുക്ക് തുറന്നു പോവുകയാണെങ്കിൽ നമ്മളെ വീടും പറമ്പൊക്കെ അവരെടുത്തിട്ട് എന്താ വേണ്ടി ചെയ്തോട്ടെ അവർ, അല്ലേ? നമ്മളെ അഭിപ്രായം അല്ലേ, ഒരു കാശത്ത് ഇതോട്ടെ ഒന്ന് നമുക്ക് ചെന്നിട്ട് നമുക്ക് എന്താ വേണ്ടി ചെയ്തിട്ട് മണ്ണ് മുകളിൽ ഈ വീഴാൻ പാകത്തിലാണോ പലപ്പോഴും? മണ്ണ് കുഴിയിട്ടാണ് തുറന്നിട്ട് വിള്ളലുണ്ട്. അനധികൃതമായിട്ടാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അപ്പോൾ അതിനെതിരെ പരാതിയൊന്നും കൊടുത്തില്ല? എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ പരാതി എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ആരും വന്നു നോക്കിയില്ല? വന്ന് നോക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഇന്നലെയും വന്നിരുന്നു. ഇന്നലെ വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വന്ന് അളവൊക്കെ കുഴിയൊക്കെ അളന്ന് നോക്കി എല്ലാം ചെയ്തു. അല്ല, നിങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നത് ഈ വിള്ളലിൻ്റെ ഒരു സാന്നിധ്യമാണല്ലോ, അതൊക്കെ പരിശോധിച്ചു? പ്രതീക്ഷയുണ്ടോ? എന്താണ് വലിയൊരു പ്രതിഷേധം ഇതിലൊക്കെ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്? കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഭാഗത്തും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ എതിർ സൈഡിലാണ് മാങ്ങളേരി തടം. ആ തടത്തിലും ഇതേമാതിരി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. തഹസീൽദാരൊക്കെ വന്നിരുന്നു. അന്ന് അവരോട് നിർത്താനും പറഞ്ഞു, അവർ നിർത്തി. ഇപ്പം ഭയങ്കരമായ കുഴികളാണ്. 5-6 ഉയരത്തിലുള്ള കുഴി താത്തിയിട്ട് കുഴി വെട്ടിയിട്ട് ഇങ്ങോട്ട് ആ ഭാഗം 2-3 ഭാഗങ്ങളാണ്. ഈ ഭാഗം തിരുവാച്ചോല, ചോല, ചുണ്ടത്തിച്ചോല, ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളാണ്. ഈ ജനങ്ങൾക്കൊക്കെ ഇത് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിയാണ്. ഫുള്ള് നിരന്നു പോകും. അങ്ങനെ മണ്ണ് കൂട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ. ഇവിടെയും ഭയങ്കരമായിട്ട് മണ്ണ് കൂട്ടിയിട്ടുണ്ട്. ഇത് ഇവർക്കാണ് ഭീഷണി കൂടുതൽ, ഈ ഭാഗത്തുള്ളവർക്ക്. മുണ്ടക്കൽ ഈ ചീക്കോട് പഞ്ചായത്തിൽ 2 വശം തുറന്നിരിക്കുകയാണ്. ആ ഭാഗം ചുള്ളിക്കോടും ഇപ്പൊ നിലവിൽ ഈ ഭാഗത്താണ് ഭീഷണി പറയുന്നത്. ഈ വർഷം ഈ ഭാഗം തടം മൊത്തത്തിൽ വന്നാൽ ഈ ഭാഗത്തേക്കും ഭീഷണി. വലിയൊരു 150ഓളം കല്ലിൻ്റെ ആഴത്തിലാണ് കുഴി കിടക്കുക. അത്രയും വെള്ളം കെട്ടി നിൽക്കില്ല. അപ്പോൾ അത് നല്ല ഭീഷണി തന്നെയാണ് എല്ലാവർക്കും എപ്പോഴും. പിന്നെന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വിള്ളലുമാരി ഒരു വാതിലുണ്ട്. അത് കൂടെ വെള്ളം ഇറങ്ങിയിട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം. മണ്ണ് എന്താ വെച്ചാൽ ഇട്ട മണ്ണ് ഒരു 10-15 മീറ്ററിൽ താഴ്ചയിലെ മണ്ണിട്ട്, ഈ മണ്ണിട്ടത് മലന്റെ മുകൾ ഭാഗത്തായിട്ട് വയനാട് എന്ത് സംഭവിച്ചോ അതേ രീതിയിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അവിടെ ഒരു ഭാഗം കൂടിക്കൊണ്ടിരിക്കും. അതെ, നമ്മൾ അവിടെ പല പ്രാവശ്യം അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്, മണ്ണ് ഇവിടെ കൂട്ടരുത്. കാരണം ഇത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്, താഴത്ത് പുറകുള്ള സ്ഥലങ്ങളാണ്. എല്ലാ വർഷവും ഇവിടെ താമസം മാറുന്നതാണ് മഴ പെയ്താൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ സീസണാണ് സമയത്ത് നമുക്ക് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടായാലെന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 4 ദിവസം അടുപ്പിച്ചും മഴ പെയ്തപ്പോഴാണ് അവിടെ ചെറിയൊരു വിള്ളൽ കണ്ടത്. ഈ പാണക്കാടുണ്ടായ ഇടിച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ സെയിം ആയിട്ട് വരാം. ഇവിടെ 2018-19 ഒരു പ്രാവശ്യം ഇവിടെ ഇടിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വീട് നമ്മുടെ അളാപ്പൻ്റെ വീടൊക്കെ സൈഡ് പോയതാണ്. കാരണം ഈ പുറകു വരും, ജൂണും ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊക്കെ പുറകു വരും. ഇവിടെ ഫുള്ള് ചോലയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതേ ഒരു അവസ്ഥ തന്നെ എപ്പോഴും നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് രണ്ടാമത് പോവാണ്. കാരണം ഇതിന്റെ ഈ കല്ല് വെട്ടുന്നതിന് മുമ്പ് ഇവിടെ 4 തരം താമസം മാറിയിട്ടില്ല വീട്. കല്ല് വെട്ട് തുടങ്ങിയതിന് ശേഷം ഓരോ ജൂൺ ജൂലൈ മാസം വരുമ്പോഴും 4-5 ദിവസം മഴ പെയ്താൽ ഇവിടെയുള്ള ആൾക്കാർ ഇവിടുന്ന് മാറണം. നിങ്ങളുടെ ഒന്നും അനുവാദമോ ഒന്നും ചോദിക്കാതെയാണ് പഞ്ചായത്ത് ഇവിടെ ഈ കല്ലുവെട്ട് കോറിക്ക് പ്രവർത്തനിക്കാൻ അനുമതി കൊടുത്തത്? അനുവാദം കല്ലുവെട്ട് നമ്മൾ അറിയില്ല. അറിയുന്ന സമയത്ത് നമ്മൾ കയറി പോകും. കയറി പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ആക്കുമ്പോൾ അവർ പറയും നമ്മളിങ്ങനെ എടുത്താണ്, എങ്ങനെയാണ്, അപ്പോൾ നാട്ടിൽ പണി വേണ്ട, മറ്റുള്ള നിങ്ങൾക്ക് പണി വേണ്ട, അങ്ങനെ നമ്മളോട് പറയും. ലൈസൻസ് കാര്യങ്ങൾ ഏതായാലും ഇല്ല. അപ്പോൾ നമ്മൾ അവരോട് പറയും നിങ്ങൾ വെട്ടുന്ന സമയത്ത് നിങ്ങൾ ആൾക്ക് അപായം ഉണ്ടായത് മണ്ണ് മാറ്റണം എന്നോട് പറയുന്നുണ്ട്. ഒരാൾക്ക് ലൈസൻസ് ഇല്ല.
ഒരാൾക്ക് ലൈസൻസ് ഉണ്ട് പറഞ്ഞിട്ടാണ് ഇവർ ഇത് വെട്ടുന്നത്. ഇവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ലൈസൻസ് എന്ന് പറഞ്ഞ സംഗതി ഇവിടെ ഒരാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഒരു മാസം മുന്നേ അത് റദ്ദാക്കിയതാണ്. ഇപ്പോൾ രണ്ടാമതും അവർ ലൈസൻസ് ഉണ്ട് പറഞ്ഞിട്ടാണ് വിട്ടത്. ഈ ലൈസൻസ് പോലെ എങ്ങനെ ഇതാക്കിയിട്ടാണ് നമുക്ക് അറിയാം. ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ് പറഞ്ഞിട്ട് ഇതിലുള്ള വന്ന സ്ഥലം അത്. ഈ 2 മലകൾ ഇവിടെ നല്ലൊരു ചോലുണ്ട്. എന്താ വേനൽക്കാലത്ത് വരെ വെള്ളം വറ്റാത്ത ചോലയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അത്രയും എന്താ ഒരു ലോല പ്രദേശമാണ്. അപ്പൊ ഇവര് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ മുകളിൽ കയറി കഴിഞ്ഞാൽ അത്രയും ആഴത്തിലാണ് കുഴി കിടക്കുന്നത്. മണ്ണ് കൂട്ടിയിട്ട് ആകെ ചളി നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. നമ്മൾ പൂണ്ടു പോകും. ഞങ്ങൾക്ക് നിൽക്കണം. ഇവിടെ ഇങ്ങനെ ഉണ്ടാവരുത്, ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടാവരുത്. അതാണ് വേണ്ടത്. അതെ, അപകട സാധ്യത മൊത്തം ഒഴിവാക്കി ഇവിടുന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയണം. നിങ്ങളെ മാറ്റി പാർപ്പിക്കണം, അല്ലെങ്കിൽ വെട്ടി നിർത്തണം. അതെ അതെ, ഞങ്ങൾക്ക് അതിനുള്ള മണ്ണുകൾ ഫുള്ള് മാറ്റം ചെയ്താലേ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് അടുത്ത വർഷമൊക്കെ ഇവിടെ താമസിക്കാൻ കഴിയുള്ളൂ. മണ്ണ് മാറ്റാത്തപ്പോ സ്റ്റോപ്പാക്കി പോയാൽ ഏത് വർഷം പൊട്ടാൻ സാധ്യതയുണ്ട്. അത് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും പൊട്ടും അവിടെ ഇങ്ങനെ തുടരാൻ പോയാല്. ജിയോളജിക്കാരൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? പരിശോധന നടപടി അവര് വിവരം അറിയിച്ചിട്ട് എത്തിയിട്ടില്ല. സപ്പോർട്ടാണ്. എന്താ വെച്ചാലേ ഈ പിന്നെ ഈ മാങ്ങളേരി തടത്തിൽ ഞങ്ങൾ മുമ്പ് പരാതി കൊടുത്ത സമയത്ത് ജിയോളജി വന്നിരുന്നു. അന്ന് അവർ പറഞ്ഞത് 20 സെന്റിന് അവർ സ്ഥലം പിന്നെ അനുമതി വാങ്ങിയിട്ടാണ് വെട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊടുത്ത പരാതി പോയി. അങ്ങനെ 20 സെന്റ് സ്ഥലത്തിന് ഒരു കുറേശ്ശെ വാങ്ങും. ഇങ്ങോട്ട് ആ 40 ഏക്കർ ഭൂമിയുണ്ട്, അത് മൊത്തം വെട്ടുകയാണ്. പ്രദേശം മൊത്തം വെട്ടുകയാണ്. ഒരു KP ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു അവരാണ് ഇത് എടുത്തത്, ആ സ്ഥലം എടുത്തത്. ഇങ്ങോട്ട് വില്ലകൾ ഉണ്ടാക്കാനാണെന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് ഒരു വെട്ടി നിരത്തി ഒരേ ലെവലിലാക്കിയിട്ട് വില്ലകൾ ഉണ്ടാക്കുകയാണ്. പക്ഷേ അതിൻ്റെ പരിസര പ്രദേശത്തൊന്നും വീടില്ലാത്തതുകൊണ്ട് അവർക്ക് അനുമതി കൊടുക്കാൻ കഴിയും. അതാണിപ്പോൾ അവർ ഈ ഭാഗങ്ങളിലൊക്കെ ഓരോ ചോലകളുണ്ട്. ഈ ചോല ഉപയോഗിച്ചിട്ടാണ് ഈ ജനങ്ങൾ മുഴുവൻ ഇവിടെ വെള്ളം കുടിക്കുന്നത്. കിണർ കുത്തിയാലൊന്നും വെള്ളം കാണാത്ത സ്ഥലമാണ്. ഈ ഒന്ന് തിരുവാച്ചോല, ചോല, ചുണ്ടോത്തി ചോല, ലാങ്ങോട്ട് ചോല, ഇതൊക്കെ ചോലകളാണ്. ഈ ചോലകൾ ഒഴുകി പോണ സ്ഥലമാണിത്. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഒരു ചെരുവായിട്ട് നിൽക്കണമെന്ന് തിരുവാച്ചോലയും ചോലയാണ്. അവിടെ ആ കാവൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം പോകും. അങ്ങനത്തെ സ്ഥലമാണ്. വേനൽക്കാലാകുമ്പോൾ വെള്ളവും കിട്ടില്ല, മഴക്കാലം ജീവിക്കാനും കഴിയാത്ത. അവിടെ ഈ പണിക്കാരാണ് ഇന്ന് പണിയെടുത്തണോ സംശയമുണ്ട്. അവരിപ്പോ ഇന്ന് നമ്മള് വന്നെന്നുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോ അവര് പോവാണ്. വില്ലേജിൽ നിന്ന് വന്നിട്ട് അവർ പറഞ്ഞു എന്നാ കൊടുത്താൽ ഇപ്പൊ അനുവാദം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത്ര കാലം ഇത് നോക്കാൻ നമ്മൾക്ക് അറിയില്ലല്ലോ ഇതിനെ പറ്റിയിട്ട്. നിങ്ങളത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങും. നിങ്ങൾ നാടിന്റെ മൊത്തം തീർച്ചയായിട്ടും ഇതിപ്പോ ഇവിടെ 10ഓളം ആളുകൾ വിട്ടുണ്ട്. ഇവിടെ ആകെ ഒരാൾക്കറ്റേ പെർമിഷൻ ഉണ്ടെന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അവർ പറഞ്ഞത്. ഞങ്ങൾ മുന്നേ വിളിച്ചു, വില്ലേജ് ഓഫീസർ വിളിച്ചിട്ട് അവരെ വന്ന് നമ്മൾ ലൈസൻസ് ഇല്ലാതെ വിട്ടെന്ന് പറഞ്ഞു. ലൈസൻസ് ഉണ്ടോ ചോദിച്ചാൽ ലൈസൻസ് ഒന്നും ഇല്ലാന്ന് അത്രയും കൂളായിട്ട് അവര് പറയണേ. അതിനെ ഓലെ പിന്നിലെ ആളുണ്ട്, അതുകൊണ്ടാണ് അത്. ഇതിപ്പോ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണ് മുകളില്. അപ്പൊ അവര് പറഞ്ഞത് മെഷീന് ഫുള്ള് കയറ്റി പോയി എന്ന് പറഞ്ഞു. साइड किया फुल स्टॉप स्टॉप है। അല്ല കൊണ്ടുപോയോ? അവിടുന്ന് കൊണ്ടുപോയോ? मिशन सारा ले गया, पूरा लेके गया, पूरा ले गया. എല്ലായിടത്തും കൊണ്ടുപോയോ? എല്ലാ സ്ഥലത്തും അറിഞ്ഞപ്പോ നിങ്ങൾ വരുന്ന പറഞ്ഞപ്പോ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് ഉണ്ടായതാണ്. ഓല് നമ്മളിപ്പോ അനുവാദമില്ലാന്ന് ഉറപ്പാണ്. അനുവാദമില്ല, അനുവാദം ഓൽക്ക് അറിയാതെ എന്താണ് പൊട്ടും. ഇത് മുകളിൽ മണ്ണിട്ടത് അനികൃതമാണ്, ഓൽക്കന്നറിയാം. പക്ഷെ അതുകൊണ്ടാണ് ഇവര് പണിക്കാരൊക്കെ വിളിച്ചിട്ട് മെഷീന് മാറ്റി. ഇന്നലെ പൊട്ടിയ സ്ഥലമുണ്ട്. എന്നിട്ട് ഇവര് 2-3 ആൾക്കാർ അവിടെ ആ പൊട്ടിയത് ഇങ്ങനെ അമർത്താണ്, മാറ്റി ലെവലാക്കി മണ്ണിട്ട് നമ്മള് വരുമ്പോ തന്നെ അത് റെഡിയാക്കി. ന്യൂസിലാർ വരികയാണെങ്കിൽ കാണാതിരിക്കാൻ വേണ്ടി അപ്പൊ നമ്മളവിടെ എത്തി, ആളെത്തി. അപ്പൊ 2 ഇത് ചെയ്ത ആളെ കാണാനുണ്ട്. എന്താണെങ്കിലും അഭിലാഷ്, ഇതാണ് ഈ നാട്ടിന് പറയാനുള്ളത്. നാട്ടുകാർക്കൊക്കെ വലിയ ഭീഷണിയായിട്ടാണ് ഈ ചെങ്കൽ ക്വാറികൾ ഇവിടെ നിലകൊള്ളുന്നത്. 2 തരത്തിലാണ് ഭീഷണി. ഒന്ന്, ഇവിടെ സമൃദ്ധമായി വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. വേനൽക്കാലത്ത് പോലും ഈ ഉറവുകളിലൂടെ ഇവർക്ക് വെള്ളം കിട്ടുന്നതാണ്. അത് ഒരു പക്ഷേ ഈ ചെങ്കൽ ക്വാറിയുടെ പ്രവർത്തനം കാരണം ഇല്ലാതാകും. അതിലപ്പുറം മഴക്കാലമാകുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന അവസ്ഥയിൽ ഇവരുടെ തലയ്ക്ക് മുകളിൽ ഈ മൺകൂനകൾ വലിയ ഭീഷണിയായിട്ട് നിലകൊള്ളുകയാണ്. അപ്പോൾ ഇതിനൊന്നും അനുവാദമില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് നമുക്കിവിടെ കാണുന്ന പല കാഴ്ചകളും ഒക്കെ ഉള്ളത്. സർക്കാർ അനധികൃതമായിട്ടുള്ള ക്വാറികളൊക്കെ പരിശോധിച്ച് അത് പൂട്ടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വെറും പറച്ചിലാണെന്ന് കാലങ്ങളായിട്ട് ഇത് കാണുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനും അവർക്ക് അവരുടെ കൂടെയുണ്ടെന്ന് കാണിക്കാനും ചില നടപടികളൊക്കെ എടുക്കും എന്നല്ലാതെ ഇതൊന്നും ശാശ്വതമായിട്ട് അവസാനിപ്പിക്കുന്ന നടപടികളൊന്നും എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ
ഉള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇനിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു മാറി ചിന്തിക്കലുണ്ടാകുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഈ ഒരു പ്രദേശവാസികളൊക്കെ. അഭിലാഷ്. യെസ്, എന്തായാലും ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുമൊക്കെയാണ് പലപ്പോഴും ഈ കോറികളുടെ പ്രവർത്തനം. അത് കരിങ്കൽ കോറിയാണെങ്കിലും ചെങ്കൽ കോറിയാണെങ്കിലും നേടിയെടുക്കുക. പലപ്പോഴും അധികൃതർ നൽകുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന ഭൂമിയിലോ അല്ലെങ്കിൽ അനുവദിക്കുന്ന അളവിലോ ആയിരിക്കില്ല ഖനനം നടത്തുന്നത് എന്നതാണ് ഈ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം ചിലരുടെ പ്രതികരണം, അതായത് ഇത്തരം പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ദുരന്തം ഇതൊക്കെ മുൻകൂട്ടി പ്രവചിച്ച് അറിയാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പക്ഷേ അതൊക്കെ അറിയാൻ പറ്റുന്ന സംവിധാനം നമുക്കിന്നുണ്ട് എന്നത് മാത്രവുമല്ല, ഈ പാരിസ്ഥിതിക ആഘാത പഠനം ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി നടത്തേണ്ടതും ഉണ്ട്. അങ്ങനെ മാത്രമേ അധികൃതർ അനുമതി നൽകാൻ പാടുള്ളൂ. ആ നിലയിൽ നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് ചെറിയ ഒരു മഴ പെയ്താൽ പോലും പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ടാകുന്നു. ദിവസങ്ങളോളം ഈ വെള്ളം ഒഴുകിപ്പോകാത്ത ഒരു പശ്ചാത്തലവും ഉണ്ടാകുന്നു. അതെന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അനിവാര്യതയുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്ഥാനത്തെ നദികളിലെ മണലും മൺതിട്ടകളുമൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട് എന്ന് വിലയിരുത്തിയത്. അത് ഒരുപക്ഷെ വലിയ തോതിലുള്ള ചൂഷണത്തിന് വഴിയൊരുക്കുമോ എന്ന സംശയം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.